നിലാവിന്റെ തോഴൻ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. പിന്നെ പറയാനുള്ളത്, പൊക്കിക്കൊണ്ടുപോകണം നന്നായിട്ടൊന്ന് പെരുമാറി വിടാൻ തന്നെയാ. അതെന്തിനാണെന്ന് ചോദിച്ചാ, വീട്ടിൽ കയറി കളിച്ചാ റോഡിലിട്ട് പൊട്ടിക്കുമെന്നത് എന്റെ ഒരു പോളിസിയായി പോയി അനിയന്മാരെ. ക്രിസ്റ്റി വീണ്ടും അവരെ നോക്കി. പിന്നെ ഞാനിവരെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ കൊണ്ടുപോകും. അതിനിടയിൽ കയറി വന്ന് തള്ളി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം എനിക്ക് നേരെ വരിക. ഇല്ലെങ്കിൽ നിങ്ങളിവിടെ എന്നാത്തിനാണോ വന്ന് അതും ചെയ്തിട്ട് മിണ്ടാതെ ഒതുങ്ങിയിരിക്കുക. എന്നാ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനൊരു 10 സെക്കൻഡ് സമയം തരാം, ആലോചിച്ച് നോക്കാം. ഒന്നും തോന്നരുത്, എനിക്ക് പോയിട്ട് ഒത്തിരി ചെയ്തു തീർക്കാനുണ്ടേ. അതാ ടൈം വെട്ടിച്ചുരുക്കിയത്. സമയത്തിനൊക്കെ ഇപ്പൊ എന്നാ ടൈമിങ്ങാ. അവൻ മുന്നിലേക്ക് വന്ന ബാക്കിയുള്ളവരെ കൂടി നോക്കി കണ്ണു ചിമ്മി കാണിച്ചിട്ട് ക്രിസ്റ്റി പറഞ്ഞു. ഭയം ലവലേശമില്ലാത്തവന്റെ ആ ഭാവം. അവരെല്ലാം പരസ്പരം നോക്കിയിട്ട് പതിയെ തിരിഞ്ഞടന്നോടെ റോയ്സ് കാറ്റുപോയ ബലൂൺ പോലെ ചൂളിച്ചുരുങ്ങി പോയിരുന്നു. ഇനി ആരെങ്കിലും വരാനുണ്ടോടാ? ഫൈസി അവനെ നോക്കിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു. അപ്പൊ നമുക്ക് പോയാലോ? ക്രൂരമായൊരു ചിരിയോടെ ക്രിസ്റ്റി വീണ്ടും അവന്റെ നേരെ ചെന്നു. റോയ്സിന് എന്തെങ്കിലും ചെയ്യാനാവുന്നതിന് മുന്നേ തന്നെ ക്രിസ്റ്റിയും ഫൈസി അവനെ ലോക്കിട്ട് പിടിച്ച് പുറത്തേക്ക് നടത്തിയിരുന്നു. അവർ ചെല്ലുന്ന നോക്കി ഗേറ്റിനോരം കാർ അടുപ്പിച്ച് നിർത്തി. ആരും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മാക്കിനി മതിയടാ മോനെ, അനീ തന്നെ ഇതിങ്ങനെ നേരത്തെ കുടിക്കാന്നല്ലാണ്ട് വല്ല മാറ്റമുണ്ട് ഈ അസുഖത്തിന്. ഷാനവാസ് ആസിയുടെ മുഖത്തേക്ക് നോക്കി. അസുഖം കാരണം വെളുത്തു തൊടുത്തിരുന്ന ആ മുഖം കരുവാളിച്ചു പോയിരുന്നു. അതൊക്കെ മാറുമ്മ, നിങ്ങളിത് അങ്ങോട്ട് കുടിച്ചേ. അയാൾ വീണ്ടും കൈയുള്ള മരുന്ന് അവർക്ക് നേരെ നീട്ടി. അവരൊന്നും മിണ്ടാതെ മകനെയൊന്ന് നോക്കിയിട്ട് ആ കൈയിലുള്ള ഗുളികക്കായി വാ തുറന്ന് കാണിച്ചു. ശ്രദ്ധയോടെ അതെല്ലാവരെ കഴിപ്പിച്ചിട്ട് നേരെ പിടിച്ച് കിടത്തി. പുതപ്പിച്ചു കൊടുത്തിട്ടാണ് അയാൾ നിവർന്നത്. കടയിലേക്ക് പോണില്ലേ? ആസിയമ്മ ഷാനവാസി നോക്കി ചോദിച്ചു. പിന്നെ പോണുണ്ടുമ്മ, ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞുള്ള ഉത്തരത്തിന് വല്ല മാറ്റമുണ്ടോ ഷാനു? അണക്ക് പറയാൻ. ആവശ്യതയിൽ ആ ചോദ്യം കടുത്തുപോയിരുന്നു അവരിൽ. ഈ പിന്നെ തുടങ്ങി. അയാൾ നടുവിന് കൈ കൊടുത്ത് മുഖം ചുളിച്ചു. ഞാനില്ലാണ്ടായി പോയാൽ ഒറ്റക്കായി പോവും പായ. കബറിൽ കിടക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എൻ്റെ ഷാനു. ഒരമ്മയുടെ മനസ്സിലെ മുഴുവൻ ആധിയുമുണ്ടായിരുന്നു അപ്പോഴവരുടെ വാക്കിൽ. ഷാനവാസ അതിനുത്തരമൊന്നും പറയാതെ തിരിഞ്ഞടന്നു. ആ വാക്കുകൾ എപ്പോഴത്തെയും പോലെ അയാളെയും നോവിച്ചിരുന്നു. ഇനി എന്നൊന്നും ചെയ്യില്ല പ്ലീസ്. ക്രിസ്റ്റിയുടെ ചവിട്ടുകൊണ്ട് താഴെ കിടക്കുന്നതിനിടയിലും റോയ്സ് അവന്റെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അടികൊണ്ട് അവനാകെ വശം കിട്ടുപോയിരുന്നു. ആളൊഴിഞ്ഞൊരു വീടിനുള്ളിലേക്കാണ് അവരവനെ കൊണ്ടുപോയത്. ആര്യന്റെ ബന്ധത്തിലുള്ള ആരുടെയോ വീടാണ്. അങ്ങോട്ട് മതിയെന്ന് അവനാണ് പറഞ്ഞതും. റോയ്സിന് ഓരോ പ്രാവശ്യം വലിച്ചു പൊക്കി വീണ്ടും അടിച്ച് വീഴ്ത്തുമ്പോഴും മരണക്കുടുക്കിലേക്ക് തലയിടാൻ ആഞ്ഞു നിൽക്കുന്ന ദിൽനയുടെ രൂപമായിരുന്നു ക്രിസ്റ്റിക്കുള്ളിൽ. അതുകൊണ്ട് തന്നെ ഉള്ളിലെ രോഷത്തിന് വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. റോയ്സിന് കിട്ടിയ ഓരോ പ്രഹരത്തിനുള്ളിലും ഫൈസിയും ആര്യനും കാഴ്ചക്കാരായിരുന്നു. റോയ്സ് കെഞ്ചി പറയുന്ന കേട്ടിട്ട് അവരൊന്നും മിണ്ടിയത് കൂടിയില്ല. ഇനി ഏത് പെണ്ണിനെ കാണുമ്പോഴും ഈ അടി നീ ഓർക്കണം. മുഖം പൊളിഞ്ഞു പോകും വിധം അവനെ ആഞ്ഞടിച്ചുകൊണ്ട് ക്രിസ്റ്റി പല്ലിയടിച്ചു. ഒന്നേൽ ക്രിസ്റ്റി ഫിലിപ്പിന് നിന്റെ മ്യാമന്റെ പോലെ വാഴപ്പിണ്ടി അല്ലടാ മോനെ നട്ടലിന്റെ സ്ഥാനത്തുള്ളത്. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞല്ലേ നിനക്കുള്ള ഞാൻ കാത്തുവെച്ചിട്ടുണ്ടെന്ന്. പുച്ഛത്തോടെ ക്രിസ്റ്റി അവനെ നോക്കി. അവനരികിലേക്ക് താഴെ ഇരുന്നുകൊണ്ടാണ് ക്രിസ്റ്റി പറയുന്നത്. നിനക്കും നിന്റെ അമ്മയ്ക്കുള്ള ഒരു ഓഞ്ഞ ചിരിയില്ലേ, അതിനുള്ള ഉത്തരം കൂടിയായത്. സൂസനോർത്തൻ ക്രിസ്റ്റിയുടെ പല്ലുകൾ ഞെരിഞ്ഞു. നിനക്കിത് വീട്ടിൽ പറയണ്ടേ? ക്രിസ്റ്റി ആവശ്യതയോടെ കിടക്കുന്ന റോയ്സിനെ നോക്കി ചോദിച്ചു. വേണ്ട, ഞാൻ ആരോടും പറയില്ല. ദയവ് ചെയ്തിന് എന്നെ തള്ളിയത്, എനിക്ക് വയ്യാത്തോണ്ട. റോയ്സ് കിതച്ചുകൊണ്ട് കൈകൂപ്പി. നിനക്കെന്നെ പെങ്ങളെ കെട്ടടാ? ക്രിസ്റ്റി വീണ്ടും ചോദിച്ചു. വേണ്ട വേണ്ട, ഞാൻ ഇനി അവിടെ പരിസരത്ത് പോലും വരില്ല. നീ നിന്റെ വീട്ടിലെന്ത് പറയും? ആദ്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. റോയ്സ് ധൃതിയിലാണ് പറയുന്നത്. ഉത്തരം വൈകിയാൽ ഇനിയും തള്ളിയിട്ടുമോ എന്ന് അവൻ ഭയക്കുന്നുണ്ട്. എന്നാ കേട്ടോ, നിന്നെ ഈ കോലത്തിൽ തള്ളിച്ചാച്ച് കുന്നൽ ക്രിസ്റ്റി ഫിലിപ്പാണെന്ന് നീ നിന്റെ ആ പരട്ട തള്ളയോട് പോയി പറയണം. അത് ചോദിക്കാൻ അവരെയും കൂട്ടി നീ എന്റെ വീട്ടിലേക്ക് വരികയും വേണം. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ കൂടി എനിക്ക് വെടിപ്പായിട്ട് ചെയ്യാനൊക്കൂ. റോയ്സിനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് ക്രിസ്റ്റി എഴുന്നേറ്റു. ഞാനൊട്ടും വയ്യില്ലല്ലോ. ധൃതിയിലകത്തേക്ക് വന്നിട്ട് റഷീദൊക്കെ ചോദിക്കുമ്പോൾ റോയ്സ് തലയിരിച്ച് നോക്കി. പോലീസ് യൂണിഫോം കണ്ടതോടെ അവന്റെ ഉള്ളിലൂടെ ഒരു മിന്നലൊളി പാഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. ഫൈസിയാണ് മറുപടി കൊടുത്ത്. ആളെവിടെ? എടുപ്പോടെ തലയുയർത്തിന്നുകൊണ്ട് അയാൾ മുന്നോട്ട് നോക്കി. റോയ്സിന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്ന ക്രിസ്റ്റി ആ ചോദ്യം കേട്ടതും അല്പം സൈഡിലേക്ക് ഒതുങ്ങിക്കൊടുത്തു. അത് ശരി, എവിടെ ഇനി എന്റെ ആവശ്യമില്ലല്ലോടാ മക്കളെ, ആ കോലത്തിൽ ആക്കി തീർത്തിട്ടുണ്ടല്ലോ അവനെ. റോയ്സിന് നേരെ നോക്കിക്കൊണ്ടാണ് റഷീദ് അങ്ങനെ ചോദിച്ചു.
ക്രിസ്റ്റി ഒന്നും മിണ്ടാതെ റോയ്സിനെ തന്നെ നോക്കി പല്ലുകടിച്ചു. പക്ഷേ ഇവനൊക്കെ ഇങ്ങനെ തന്നെയാ ട്രീറ്റ് ചെയ്യേണ്ടത്. എങ്കിലേ ഇനി ഒരു പെണ്ണിനെ കാണുമ്പോ ആ തൊലിഞ്ഞ സ്വഭാവം പുറത്തിയാടാതിരിക്കൂ. റഷീദ് പുച്ഛത്തോടെ റോയ്സിനെ നോക്കി. അവൻ തലകുനി ചിരിപ്പാണ്. ഇങ്ങനെ മുഖം താഴ്ത്തി പിടിച്ചിരിക്കാൻ ഞാൻ നിന്നെ പെണ്ണാണെന്നൊന്നല്ല. റോയ്സ് ഒട്ടും പ്രതീക്ഷിക്കാതെ റഷീദിന്റെ ശബ്ദമുയർന്നു. അവൻ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. റഷീദ് വീണ്ടും പറഞ്ഞോടെ വളരെ ആയാസപ്പെട്ടുകൊണ്ടാണ് ചുമരിൽ പിടിച്ച് അവൻ എഴുന്നേറ്റ് നിന്നത്. എങ്കിലും ചുമരിന്റെ താങ്ങില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാനാവുന്നില്ല. ശ്വാസം എടുക്കുന്നതിന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലമായി പീഡിപ്പിച്ചുള്ള ശിക്ഷ എന്താണെന്ന് അറിയോമോന്? പുച്ഛത്തോടെ റഷീദ് അവന്റെ മുന്നിലേക്ക് കയറി നിന്നു. റോയ്സ് ഒന്നും മിണ്ടാതെ വീണ്ടും മുഖം കുനിച്ചു. കൈയുള്ള വടി കൊണ്ട് റഷീദ് അവന്റെ താടിക്ക് ബലമായി തട്ടി. ഏതിരെയുള്ള ഒരു ഇച്ചിരി പണമിറക്കി കളിക്കാൻ കൂടി റെഡിയാണേ ഒന്നു മോനെ. ജീവിതത്തിൽ പിന്നെ നിനക്ക് പുറലോം കാണാൻ പ്രയാസ. നിന്റെ അപ്പൻ ഇക്കാലം വരെ ഒരു കൂട്ടി വെച്ച പണം മുഴുവൻ ഇറക്കി കളിച്ചാലും രക്ഷയുണ്ടാവില്ല. അതറിയോ നിനക്ക്? ഗൗരവമേറിയ ആ വാക്കുകൾക്ക് മുന്നിൽ ഭയന്ന് വിറച്ചുകൊണ്ടാണ് റോയ്സ് നിൽക്കുന്നത്. ഇതുവരെ നടന്നൊന്നും അവന്റെ തിരക്കഥയിൽ ഊഹിച്ചു പോലും നോക്കാത്ത കാര്യങ്ങളായിരുന്നുവല്ലോ. മകൾക്ക് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു എന്നറിയുമ്പോൾ അതെങ്ങനെയെങ്കിലും മറച്ചു വെക്കാനേ വർക്കിയെങ്കിൽ ശ്രമിക്കൂ എന്ന് ഉറപ്പായിരുന്നു. ഋഷിനെ പിന്നെ കവനിച്ചിട്ട് കൂടിയില്ല. പിന്നെയുള്ള ക്രിസ്റ്റിയാണ്. അവൻ എന്തെങ്കിലും പറയുമെന്ന് അറിയാമായിരുന്നെങ്കിലും പക്ഷെ അതിനെ വർക്കിയെങ്കിൽ തന്നെ തടയിടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് കൂടുതലൊന്നും ഭയന്നിട്ടില്ല. റോയ്സിന്റെ കണ്ണുകൾ ഒരു വേള ക്രിസ്റ്റിയുടെ നേരെ തിരിഞ്ഞു. ദേഷ്യം കൊണ്ട് ചുവന്നു പോയ ആ കണ്ണുകളിൽ അനിയത്തിയോടുള്ള മുഴുവൻ സ്നേഹവും കാണാനാവുന്നുണ്ട്. അതിനെയാണ് ഭയക്കേണ്ടതും. അത് തന്നെയുള്ള ദേഷ്യം കൂടിയാണ്. ഇതെന്താണെന്നറിയോ റോയ്സിന്? കയ്യിൽ നിവർത്തി പിടിച്ചൊരു പേപ്പറുമായി റഷീദ് വീണ്ടും റോയ്സിന് മുന്നിലേക്ക് കയറുന്നതോടെ അവൻ ക്രിസ്റ്റിയിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. ചോദ്യം ചോദിച്ചാൽ യെസ് ഓർ നോ, ഇതിലേതെങ്കിലും ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. റോയ്സ് മിണ്ടാ നിൽക്കുന്നതും വീണ്ടും റഷീദ് ശബ്ദമുയർത്തി. എനിക്കറിയില്ല. ഉള്ളിലെ വിറയിൽ അവന്റെ ശബ്ദത്തിലും ഉണ്ടായിരുന്നത് പറയുമ്പോൾ റഷീദ് ഒന്ന് അമർത്തി മൂടി. ദിൽനാ ചെറിയാൻ ഒപ്പിട്ട് തന്ന പെറ്റീഷൻ റോയ്സ് ബലമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. പരിഹാസിച്ചിരിയോടെ റഷീദ് റോയ്സിനെ നോക്കി. വിളറി വെളുത്തവന്റെ മുഖത്തേക്ക് ക്രിസ്റ്റി തൃപ്തിയോടെ നോക്കി. ഇതൊന്ന് ഫയൽ ചെയ്താലേ അവിടെ തീരും നിന്റെ സുഖവാസം. റോയ്സ് വീണ്ടും തളർച്ചയോടെ താഴേക്കിരുന്നു. ഇപ്പൊ ഞാനിത് ഫയൽ ചെയ്യുന്നില്ല. ഇനി അങ്ങോട്ട് ദിൽനാ ചെറിയാൻ നിഴൽ വെട്ടത്തിൽ പോലും നിന്നെ കണ്ടെന്ന് ഞാൻ അറിയുന്ന നിമിഷം അന്ന് നിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു തുടങ്ങിയേ. അതൊന്ന് ഓർപ്പിക്കാമെന്നാ ഞാൻ. വീണ്ടും റഷീദിന്റെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അവിടെ മുഴങ്ങി. വിറച്ചും വിയർത്തും റോയ്സ് അതെല്ലാം കേട്ടിരുന്നു. ദിൽനയെ മോഹിക്കാൻ, അല്ല ദിൽനയുടെ സ്വത്തിനെ മോഹിക്കാൻ തോന്നിയ നിമിഷങ്ങളെ അവൻ അപ്പോഴും കുറ്റബോധത്തോടെ ഓർക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിന്റെ മുമ്പിലെത്തിയിട്ടാണ് ക്രിസ്റ്റി മീരയുടെ ഫോണിലേക്ക് വിളിച്ചത്. അവന് പിന്നിൽ നിന്നിരുന്ന ഫൈസി ആകാംക്ഷയോടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ക്രിസ്റ്റിയുടെ മുഖത്തുള്ളതിനേക്കാൾ ടെൻഷൻ അവനിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം. വാ, ഐസിയുന്റെ മുമ്പിലുണ്ടാവുള്ളൂ. അതും പറഞ്ഞിട്ട് ക്രിസ്റ്റി ഓടുകയായിരുന്നു. അവന് പുറകെ ഫൈസിയും. റഷീദ് മടങ്ങിയതിനു ശേഷം റോയ്സിനെ പൊക്കിക്കൊണ്ടുവന്നിടത്ത് തന്നെ കിടക്കുന്നവനെ കാറിനരികിൽ അവനെത്തിക്കാനുള്ള യാത്രക്കിലായിരുന്നു ക്രിസ്റ്റിക്ക് മീരയുടെ കോള് വന്നു. അമ്മ ബോധമില്ലാതെ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കരയുകയായിരുന്നു. ഉടനെ തന്നെ റോയ്സിനെ ആര്യനെ ഏൽപ്പിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ച് പോകുന്നതാണ് രണ്ടാളും. ഷാരിക്കിടക്കിടെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇതെല്ലാം അവരുടെ അസുഖത്തിന്റെ ഭാഗമായിരുന്നു. ചുമരിൽ ചാരി തളർന്നു നിൽക്കുന്ന മീരയെ കണ്ടതോടെ ക്രിസ്റ്റിയുടെ വേഗം കൂടിയെങ്കിൽ ശംഖ് തുളക്കുന്ന വേദനയോടെ ഫൈസി നടത്തം മെല്ലെയാക്കി. ആ തകർന്നുള്ള നിൽപ്പ് അതവനെ അത്രമാത്രം വേദനിപ്പിച്ചിരുന്നു. ഇച്ചാ, ക്രിസ്റ്റിയെ കണ്ടതും മീര അവന്റെ നേരെ കുതിച്ചു. അമ്മ, അത്രമാത്രം പറഞ്ഞുകൊണ്ടവൾ അവനെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. ഒന്നുമില്ല, കരയില്ലേ, ഇസിങ് വന്നില്ലേ, പോട്ടെ, സാരമില്ല. കരയുന്ന അവളെ പുറത്തട്ടിക്കൊണ്ട് ക്രിസ്റ്റി ആശ്വസിപ്പിക്കുമ്പോൾ ആ കാഴ്ച കാണാൻ വയ്യെന്ന പോലെ കരങ്ങിച്ചു വന്ന കണ്ണുകൾ ഫൈസി അവരിൽ നിന്ന് തിരിച്ചു പിടിച്ചു. ഡോക്ടർ എന്താ മോളെ പറഞ്ഞേ? ക്രിസ്റ്റി മീരെ ഇത്തിരി അകറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കറിയില്ല ഇച്ച, എന്നോടൊന്നും പറഞ്ഞില്ല. ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഫൈസിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ആരാ നിന്റെ കൂടെ ഒന്ന്? സുധാകരേട്ടനും ഷീല ചേച്ചി. അവരുടെ തൊട്ടരികിലെ താമസക്കാരാണ് ഓട്ടോ ഡ്രൈവറായ സുധാകരൻ, അയാളുടെ ഭാര്യ ഷീലയും. എന്നിട്ട് അവരവിടെ? സുധാകരേട്ട ആരോ വിളിച്ചിട്ട് പുറത്തേക്ക് പോയി. ഷീല ചേച്ചി നേഴ്സുമാരെന്തോ വാങ്ങിക്കാൻ പറഞ്ഞ് വാങ്ങാനും. പുറം കൈകൊണ്ട് കവിൾ തുടച്ചുകൊണ്ട് മീര പറഞ്ഞു. എന്തോ ശരിക്കും സംഭവിച്ചേ? അമ്മയ്ക്ക് ഇന്നലെ രാത്രി മുതൽ നല്ല പനി ഉണ്ടായിരുന്നേ. മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്ന്. രാവിലെ പനി മുഴുവനും വിട്ടുപോകാത്തതുകൊണ്ട് ഞാൻ സ്കൂളിലും പോയില്ല. കഞ്ഞി വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നേ. അതുണ്ടാക്കിക്കൊണ്ട് ഞാൻ ചെന്നപ്പോൾ. വീണ്ടും മീരയുടെ മിഴികൾ നിറഞ്ഞു തൂവി. ക്രിസ്റ്റിയുടെ പിന്നിലൂടെ അവളുടെ കണ്ണുകൾ ഒരു നിമിഷം ഫൈസിയുടെ നേരെ നീങ്ങി. പൊട്ടി വന്നൊരു കരച്ചിൽ അവൾ ആ ചുണ്ടുകൾക്കിടയിൽ തടഞ്ഞു പിടിക്കുന്ന വ്യക്തമായി അവനും കണ്ടിരുന്നു.
മോള് ഇവിടെ ഇരിക്കുക. ഇച്ച പോയി ഡോക്ടറിനെ കണ്ടിട്ട് വരാം. ഷാരിയെ മുമ്പ് കാണിക്കുന്ന ഹോസ്പിറ്റൽ അത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡോക്ടർ അവനും അറിയാം. ഇച്ച ഞാനും വരട്ടെ, എനിക്കെന്തോ പേടിയാകുന്നു. മീര ഭയത്തോടെ അവന്റെ കയ്യിൽ പിടിച്ച്. ഒന്നുമില്ല, ഇച്ച പോയിട്ട് പെട്ടെന്ന് വരാം, ഇവിടെ ഇരിക്കുക. ക്രിസ്റ്റി അവളെ പിടിച്ചൊരു കസേരയിൽ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് നടന്നു. വാടാ. പോകും വഴി ചുമലിൽ ചാരി നിൽക്കുന്ന ഫൈസി കൂടി വിളിച്ചു. ഈ പോയിട്ടോ, ഞാനിവിടെ നിൽക്കാം. മീരയുടെ നേരെ നോക്കി പറയുന്ന ഫൈസി ഒന്നുകൂടി നോക്കിയിട്ട് ക്രിസ്റ്റി ധൃതിയിൽ നടന്നുപോയി. കൈകൾ കൊണ്ട് തലയിൽ താങ്ങിയിരിക്കുന്ന മീര തൊട്ടരികിലെ കസേരയിൽ അവനിരുന്നത് അറിയുന്നുണ്ടായിരുന്നു. വിരലുകൾക്കിടയിൽ കൂടി അവളുടെ ഹൃദയമൊരുകിയ നീർത്തുള്ളികൾ അത്രയും എറ്റി വീണത് അരികിലിരിക്കുന്നവന്റെ ഹൃദയത്തിലേക്കാണ്. തീത്തുള്ളികളെപ്പോലെ അതവനെ പൊള്ളിച്ചു. കരയല്ലേ, ഷാരിയാൻറ്റി വരുമ്പോൾ സങ്കടാവും. നന്നേ നേർത്തുപോയ അവന്റെ സ്വരം. മീര മുഖം പൊതിഞ്ഞു പിടിച്ച് കൈകൾ എടുത്തു മാറ്റി. കണ്ണീർ കൊണ്ട് നനഞ്ഞു കുതിർന്ന ആ മുഖത്തേക്ക് നോക്കാതെ ഫൈസി നോട്ടം തിരിച്ചു. ആന്റിക്കൊന്നും വരില്ല, പടച്ചോൻ അത്രയും മനസ്സാക്ഷിയില്ലാത്തവനൊന്നും അല്ലിടൂ. അത് പറയുമ്പോൾ ആ ഐസിയുവിൽ കിടക്കുന്ന ഒറ്റൊരാളിൽ ജീവിതം അർപ്പിച്ചവളോടുള്ള പ്രണയം കൊണ്ട് അവന്റെ നെഞ്ച് വിങ്ങുന്നുണ്ടായിരുന്നു. മീരക്ക് അവനെ നോക്കുമ്പോൾ വീണ്ടും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. എങ്കിലും അവന്റെ വാക്കുകൾ അവൾക്ക് ഇത്തിരിയെങ്കിലും തണുപ്പ് നൽകി ആശ്വാസം പകർന്നു കൊടുക്കുന്നുണ്ട്. മോളെ. ധൃതിയിൽ നടന്നു വന്നിരുന്ന ഷീലയുടെ വിളി കേട്ടതും മീര ചാടി എഴുന്നേറ്റു. എന്തേച്ചി? വിളറി അവരുടെ മുഖത്തേക്ക് നോക്കി മീര ചോദിച്ചു. 2 മരുന്ന് കിട്ടി മോളെ, ഒരെണ്ണം പുറത്തുനിന്ന് വാങ്ങിക്കാനാ. അതിന് നല്ല കാശാവുന്നു എൻ്റെ കയ്യില്. ബാക്കി പറയാനുള്ള മടിയോടെ ഷീല മീരയെ നോക്കി. ദൈവമേ. മീരയുടെ ഹൃദയം പിടഞ്ഞ വിളി. ഫൈസി അറിയാത്തന്നെ ഇരുന്നിടത്ത് എഴുന്നേറ്റു. സുധാകരൻ ചേട്ടനെയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ. കയ്യിലുള്ള പഴയ നോക്കിയ ഫോണിൽ നോക്കി ഷീല വീണ്ടും പറഞ്ഞു. കഴുത്തിലെ നേർത്ത സ്വർണ്ണനൂലിൽ കൈത്തടഞ്ഞതോ മീരയുടെ കണ്ണൊന്ന് പിടച്ചു. അവളത് വലിച്ചു പൊട്ടിക്കും മുന്നേ ഇങ്ങ് തന്നേ ചേച്ചി ആ ചീട്ടെന്ന് പറഞ്ഞ് ഫൈസി അത് പിടിച്ചു വാങ്ങിയിരുന്നു. മീരയെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ വീണ്ടും ധൃതിയിൽ പുറത്തേക്ക് ഓടി. എൻ്റെ കർത്താവേ, നിനക്ക് എന്നതാ എൻ്റെ ചെക്കനോട് ഇത്രയും വൈരാഗ്യം? അതിനു മാത്രം എന്നതാ എൻ്റെ കുഞ്ഞ് ചെയ്ത പാപം? തികഞ്ഞൊരു ദൈവവിശ്വാസിയായിരുന്നിട്ട് കൂടി മറിയാമ്മച്ചി മുകളിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ചോദിച്ചു പോയത് ക്രിസ്റ്റിയുടെ മുഖത്തെ വേദന അറിഞ്ഞിട്ടായിരുന്നു. അവൻ അത്രമാത്രം തകർന്നു പോയിട്ടുണ്ടെന്ന് അവരോളം വേറെ ആർക്കറിയാം. വൈകുന്നേരത്തോടു കൂടിയാണ് ക്രിസ്റ്റി തിരികെ വീട്ടിലെത്തിയത്. ഷാരിക്ക് കാര്യമായ പുരോഗതിയൊന്നും ഇല്ലെങ്കിലും ബോധം വീണിട്ടുണ്ട്. അതുവരെയും മീരയുടെ കൂടെ തന്നെയായിരുന്നു അവനും ഫൈസിയും. അവളാകെ തളർന്നു പോയിട്ടുണ്ട്. ഷാരിയെ റൂമിലേക്ക് മാറ്റിയിട്ടില്ല, ഐസിയുവിൽ തന്നെയാണ് ഉള്ളത്. മീരയുടെ കൂടെ ഷീലയും ഉണ്ട്. അവർക്കൊരു റൂം എടുത്തു കൊടുത്തിട്ടാണ് ക്രിസ്റ്റിയും ഫൈസിയും തിരികെ പോകുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ മുഷിഞ്ഞു പോയിരുന്നു രണ്ടാളും. വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് മീരക്കും ഷീലക്കുമുള്ള ഭക്ഷണവും എടുത്തിട്ട് പോവാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ക്രിസ്റ്റി എത്തിയത്. അവന്റെ വാടിയ മുഖം കണ്ടതോടെ മറിയാമ്മച്ചി പിടിച്ചിരുത്തി കാര്യം അന്വേഷിച്ചു. ഷാരിയുടെ കാര്യം ക്രിസ്റ്റി പറഞ്ഞിട്ട് അവർക്കറിയാം. ആ കൊച്ചിന് മറിയാമ്മച്ചി പാതി പറഞ്ഞിരുത്തി ക്രിസ്റ്റിയെ നോക്കി. ഷാരി ആന്റിക്കൊട്ടും വയ്യ മറിയാമ്മച്ചി. അത് പറയുമ്പോൾ അവന്റെ സ്വരം നേർത്തു പോയിരുന്നു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ ക്രിസ്റ്റി. ഞാൻ പറയാൻ തന്നെ നിനക്കറിയാലോ ഷാരിയുടെ കണ്ടീഷൻ. ഡോക്ടർ പോളിന്റെ വാക്കുകൾ അവന്റെ ചെവിയിൽ വീണ്ടും തീ പോലെ പൊള്ളിച്ച് ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു പോകും. അത് ഓർക്കുമ്പോഴൊക്കെയും കരഞ്ഞു തളർന്നു കിടക്കുന്ന മീരയുടെ മുഖമാണ് ആ നിമിഷം അവനുള്ളിലേക്ക് ആദ്യം തെളിഞ്ഞത്. വീണ്ടും വീണ്ടും ഹൃദയം മുറിഞ്ഞു പോകുന്ന നോവ്. കഴിക്കാൻ എന്തെങ്കിലും തരട്ടെ മോനെ? അവന്റെ തലയിലും തടവി അവർ ചോദിച്ചു. ക്യാൻറ്റീനിൽ പോയി ഗ്ലാസ് ചായ കുടിച്ചു എന്നല്ലാതെ അന്നൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടൊരൽപ്പം പോലും വിശപ്പുണ്ടായിരുന്നില്ല അവൻ അപ്പോഴും. ഇങ്ങനെ വിഷമിക്കാതെടാ, ആ കൊച്ചിന് നീയല്ലേ ധൈര്യം കൊടുക്കേണ്ടത്. ഒന്നും വരത്തില്ല, കർത്താവ് കാത്തോളൂ. അതും പറഞ്ഞുകൊണ്ട് മറിയാമ്മച്ചി എഴുന്നേറ്റ് പോയി അവനുള്ള ചായ ഉണ്ടാക്കി തുടങ്ങി. ചിന്തകൾ കടന്നൽ കൂടിയിളകിയ പോലെ ക്രിസ്റ്റിക്ക് ചുറ്റും വട്ടമിട്ട് പറന്ന് നടന്നിരുന്നു. ഏതോ ഒരു നിമിഷം വാതിലിന് മറവിൽ ഒളിഞ്ഞു നോക്കുന്ന ദിൽനയുടെ മിഴികളെ അവൻ തിരഞ്ഞു പിടിച്ചിരുന്നു. അവൻ നോക്കുന്ന കണ്ടതും അവ പെട്ടെന്ന് പിന്നിലേക്ക് വലിഞ്ഞു. വീണ്ടും ഇത്തിരി നേരത്തെ ഒളിച്ചു കളിക്കിയ ശേഷം അവനെ തന്നെ നോക്കി. ഇങ്ങോട്ട് ഇറങ്ങി വാടി കള്ളി. നേരത്തെ ഒരു ചിരിയോടെ എഴുന്നേറ്റ് ചെന്നിട്ട് അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് അടുത്തേക്ക് നിർത്തി. കള്ളികളെ പോലെ ദിൽന മുഖം കുനിച്ചു. അവളെ കണ്ടതും ക്രിസ്റ്റിക്ക് ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന റോയ്സിനെയാണ് ഓർമ്മ വന്നത്. അതവന്റെ ചുണ്ടിലൊരു ചിരിയായി തെളിഞ്ഞു. അവന് കിട്ടിയ സമ്മാനം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്നേരം കൊണ്ട് വർക്കിയുടെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചേട്ടായി നിനക്കെന്ന വാക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പേടി സ്വപ്നമായിട്ട് പോലും നിന്റെ മനസ്സിൽ റോയ്സ് വേണ്ടതില്ലോ. നിന്നോട് ചെയ്തതിനുള്ളതെല്ലാം പലിശ സഹിതം അവനെ കൊടുത്തിട്ടാ ചേട്ടായി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ദിൽനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ ക്രിസ്റ്റി പറയുമ്പോൾ വിശ്വാസമാവാത്ത പോലെയുള്ള അവളുടെ നോട്ടം. നിനക്കൊരു മൂത്ത ചേട്ടൻ കൂടിയുണ്ടെന്ന് അവനെ അറിയിച്ചു കൊടുക്കാൻ പോയതാ ഞാൻ. ഇനി നിന്റെ നിഴൽവട്ടത്തിൽ പോലും അവൻ വരാൻ ധൈര്യപ്പെടാത്ത വിധം അവനെ ഞാൻ സൽക്കരിച്ച് വിട്ടിട്ടുണ്ട്. വീണ്ടും ക്രിസ്റ്റി പറയുമ്പോൾ അവിടെ നിറഞ്ഞു വന്ന കണ്ണുകളിൽ എന്തോ തിളക്കം വന്നിരുന്നു.
ക്രിസ്റ്റിയും സംതൃപ്തിയോടെ അവളെ തന്നെ നോക്കി. നിനക്ക് എന്താടി പെണ്ണ ഇവിടെ കാര്യം? ക്രിസ്റ്റിയോട് ചേർന്ന് ദിൽ നിന്നതിന്റെ ഇഷ്ടക്കേട് മുഴുവനും കൊണ്ടാണ് മറിയാമ്മച്ചിയുടെ ആ ചോദ്യം പിന്നിൽ നിന്ന് ഉയർന്നു കേട്ടത്. ക്രിസ്റ്റി തിരിഞ്ഞു നോക്കി. അവന് പിറകെ ദിലിനെയും. മറിയാമ്മച്ചിയുടെ മട്ടും പാവം കണ്ട് അവളാകെ വരണ്ടുപോയിരുന്നു. അവൾ ക്രിസ്റ്റിയുടെ മറവിലൊളിച്ചു. പേടിക്കേണ്ടതില്ലു, ഇത് നമ്മുടെ ആളല്ലേ. ചിരിയോടെ അവൻ അവളെ ചേർത്ത് നിർത്തി. നമ്മുടെ ആളോ? ഞാനെപ്പോഴാടാ ഇവളുടെ ആളായത്? കയ്യിലുള്ള ചായ ഗ്ലാസ് മേശയിൽ ഉറക്കി വെച്ച് അത് ചോദിച്ചുകൊണ്ട് മറിയാമ്മച്ചി അവന്റെ നേരെ വന്നു. ഹ, നിങ്ങൾ എന്റെ കൊച്ചിനെ ഇങ്ങനെ പേടിപ്പിക്കാതെ, ക്രിസ്റ്റി ദിലുവിനെ വിടാതെ തന്നെ പറഞ്ഞു. പേടിയോ ഇവൾക്കോ? പുച്ഛത്തോടെ മറിയാമ്മച്ചി ദിലിനെ തുറിച്ചു നോക്കി. ഇവളാ വർക്കിയുടെ വിത്തല്ലേ? എന്തോ കാര്യസാധത്തിനാടാ എണ്ണം കെട്ടവനെ നിന്റെ കൂടെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവളുടെ ആ പഴയ ചീഞ്ഞ സ്വഭാവം തിരികെ എടുക്കും. നീ ഒരു ബോധമില്ലാത്ത പോത്തായതുകൊണ്ട് അത് തിരിച്ചറിയുന്നില്ല. പക്ഷെ എല്ലാവരും ഇവനെ പോലെ പൊട്ടന്മാരല്ല വെച്ചേ, കേട്ടോ നീ? അന്നുവരെയും ക്രിസ്റ്റിക്ക് നേരെ ദിലിനെ എഴുതിവിട്ട അപമാനത്തിന്റെയും പുച്ഛത്തിന്റെയും പ്രതികാരമായിരുന്നു മറിയാമ്മച്ചിയിൽ അവൻ കണ്ടതൊക്കെയും. ഒരക്ഷരം മിണ്ടാതെ ക്രിസ്റ്റിയൊക്കെ കേട്ടു നിന്നു. മറിയാമ്മച്ചി പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഇടയ്ക്കിടെ അവനെ തലയുയർത്തി നോക്കിയ ദിലിനെ നോക്കി അവൻ കണ്ണടച്ച് കാണിച്ചു. ഇവൾ ഒറ്റൊരുത്തി കാരണം മനസ്സിന്റെ നോവ് സഹിക്കാൻ വയ്യാണ്ട് പനി പിടിച്ച് വിറച്ചൊരുത്തി കിടപ്പുണ്ടാ മുറിയിൽ നിന്റെ തള്ള. ഇവളോർത്തിട്ട് ആദ്യം കയറിയിട്ട് ആ കൊച്ചിന് വയ്യാണ്ടായത്. അത്രയും നല്ല സമ്മാനല്ലയോ പെറ്റ തള്ളക്ക് ഇവള് കൊടുത്തിട്ടുള്ളു. കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ അത് മറക്കണ്ട പൊന്നുമോൻ. അവസാന വാക്കോണം അത് പറഞ്ഞിട്ട് മറിയാമ്മച്ചി തിരിഞ്ഞടക്കുമ്പോൾ ദിലിനെ ചേർത്ത് പിടിച്ചിരുന്ന ക്രിസ്റ്റി അടി കിട്ടിയതുപോലെ പുളഞ്ഞു പോയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.